ഇനി ചൂരൽമലയിലേക്ക് വയനാട് ചൂരൽമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, ചൂരൽമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ. കാരണം ചൂരൽമല ഇപ്പോഴും ഒരു കനീഭവിച്ച ദുഃഖമായി നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം അവിടെ അരങ്ങേറുന്നു. ശരിക്കും ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പും അവിടെ കാര്യമായി വോട്ടെടുപ്പ് നടക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്ന വിവരങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് 10ാം വാർഡിലാണ്. 10ാം വാർഡിൽ ഇവിടെ ഇപ്പോൾ വോട്ടർമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അട്ടമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ മേഖലയുടെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ഷൈജ ബേബി, ഷീജ, അതോടൊപ്പം തന്നെ സബിത. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സബിത. ഷൈജ ബേബി LDF സ്ഥാനാർത്ഥിയായും ഷീജ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഒരു NDA സ്ഥാനാർത്ഥിയുടെ കുറവുണ്ട്. അവർ ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. എത്രമാത്രമാണ് നിങ്ങളുടെ പ്രതീക്ഷ? 100% തന്നെയാണ്. കാരണം UDFന്റെ പ്രവർത്തനം അത്രമാത്രം തൃപ്തരാണ് ജനങ്ങൾ. പ്രവർത്തനത്തിൽ ഒരുപാട് സഹായങ്ങൾ സർക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ദുരന്തബാധിതരെ മാത്രമാണ് സർക്കാർ സഹായിച്ചിരിക്കുന്നത്. ഈ ദുരന്തം എല്ലാവരെയും, ഈ 3 വാർഡിലെയും എല്ലാവരെയും ബാധിച്ച ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അതൃപ്തരാണ് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ. കാരണം ഒരുപാട് പേർക്ക് ഇനിയും കിട്ടേണ്ട സഹായങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ UDFും അതുപോലെ തന്നെ നമ്മുടെ MLAയും കൊടുത്ത സഹായങ്ങൾ, വിദ്യാഭ്യാസത്തിനായാലും മറ്റുള്ള എന്ത് കാര്യത്തിനായാലും കൊടുത്ത സഹായങ്ങളിൽ പൂർണ്ണ തൃപ്തരാണ് ജനങ്ങൾ. തീർച്ചയായും ജയിക്കുന്നു തന്നെയാണ് പ്രതീക്ഷ. വ്യക്തികൾ തമ്മിലല്ലോ മത്സരം, ആശയങ്ങൾ തമ്മിലാണല്ലോ. അപ്പം അതങ്ങനെ തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല. ഓക്കെ. സവിത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. എന്താണ് പ്രതീക്ഷ? 100% ഞാൻ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആളുകളുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. ആളുകൾ ആണ് എന്നെ നിർത്തിയത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവരെന്നെ കൈവിടില്ല. പരമാവധി ആളുകൾ വോട്ട് ചെയ്യാൻ എല്ലാവരും വോട്ട് ചെയ്യാൻ എത്താന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്കും ഒരു വിശ്വാസം ഞാൻ വരണം എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പൊ അവരെന്റെ കൂടെ നിൽക്കും. എന്തായാലും ധാരാളം പേർ വോട്ട് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. SKN ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറെ പ്രായമായ ഒരു അമ്മൂമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അമ്മൂമ്മ വോട്ട് ചെയ്തോ? സന്തോഷം. സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിൽ വന്നിരുന്നു. എല്ലാവരും വന്നു. വോട്ട് ചെയ്തു? ചെയ്തു. രാവിലെ തന്നെ വന്ന് ചെയ്തു. ഏത് ഭാഗത്താ വീട്? ഇവിടെ ഈ ഭാഗത്താണ്. പുതിയ വില്ലേജ് റോഡിലുള്ള ആളുകളാണ്. അവരൊക്കെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ട് ചെയ്തൊന്ന് കാണിക്കുകയാണെങ്കിൽ അതെ, അവര് വോട്ട് ചെയ്ത അതിന്റെ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നു. അങ്ങനെ 2 വോട്ട് ചെയ്തു. അത് അത് കാരണം ഞാൻ ചെയ്തതാണ്. അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്ത് മടങ്ങുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പരമാവധി വോട്ടർമാരെ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ്. അത് മുന്നണികൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ മറ്റു സംവിധാനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പ്രത്യേക വാഹനങ്ങളടക്കം, ബസ്സുകളടക്കം സജ്ജീകരിച്ച് വോട്ടർമാരെ പരമാവധി ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമമാണ്. ആ ശ്രമം സാധ്യമായിട്ടുണ്ട്. അത് പരമാവധി പേരെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നുമുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.